الله العظيم أستغفر الله العظيم أستغفر الله العظيم القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم من كل ذنب أذنبته عمدا أو خطأ أو سرا أو علانية أو صغيرا أو كبيرا وأتوب إليه من الذنب الذي أعلم ومن الذنب الذي لا أعلم إنك أنت علام الغيوب أستغفر الله 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 نور تبارك أستغفر الله الله نور تبارك أستغفر الله أستغفر الله عن جميع ما كره الله قولا وفعلا وعملا وخاطرا وناظرا അള്ളാഹുവോർത്ത് പറ ഞങ്ങളുടെ തമ്പുരാനെ അള്ളാഹുവോർത്ത് പറ ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങൾ നിന്നോട് അറിഞ്ഞും അറിയാതെയും മറവിയായും വെളിച്ചമായും ചെയ്ത എല്ലാ ചെറുദോഷത്തെ തൊട്ടും എല്ലാ വൻദോഷത്തെ തൊട്ടും ഞങ്ങൾ നിന്റെ ഫുർഖാനുൽ അദീമാകുന്ന വേദത്തിൽ കൽപ്പിച്ച പ്രകാരം ഖാലിസായ തൗബ ചെയ്ത് മടങ്ങുകയും മേലാൽ യാതൊരു ദോഷം കൊള്ളയും മടങ്ങുകയില്ലെന്ന് ഞങ്ങൾ നല്ലവണ്ണം കരുതിയുറപ്പിച്ചു. അള്ളാഹുവോർത്ത് പറ തമ്പുരാനെ, ഉറപ്പിച്ചു പറ തമ്പുരാനെ, ഉറക്കെ പറ തമ്പുരാനെ, തമ്പുരാനെ. റബ്ബനാ റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. മനോർത്ത് പറ ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങൾ അനേകം കുറ്റവും ദുർമര്യാദയും ചെയ്ത പാപികളാകുന്നു. ഞങ്ങളുടെ ദോഷത്തിൻ്റെ പെരിപ്പം കൊണ്ടും വണ്ണം കൊണ്ടും ഞങ്ങൾക്ക് നീ പുറത്ത് കൃപ ചെയ്ത് തന്നില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നിന്റെ കഠിനമായ നരകത്തിൽ വീണ് വെന്തുരുകുന്ന ഗുണം കെട്ട അടിയാറുകളായി പോകും. തമ്പുരാനെ, തമ്പുരാനെ, തമ്പുരാനെ. അല്ലാഹുവോർത്ത് പറ അല്ലാഹ് അല്ലാഹ് അല്ലാഹ്
നിന്റെ കൃപ കൊണ്ടും ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ടും ജഹന്നമെന്ന നരകത്തിനെ തൊട്ട് ഞങ്ങളെ സലാമത്താക്കണം. അല്ലാഹുവോർത്ത് ബറി തമ്പുരാനെ 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 അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അലൈഹാ നഹ്യാ വഅലൈഹാ നമൂതു വഅലൈഹാ നുബ്അസു ഇൻഷാ അല്ലാഹ്. അല്ലാഹുവോർത്ത് പറ ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة تنجينا بها من جميع الأقوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ 25-ാമത്തെ രാവിൽ നോമ്പ് നോറ്റ് നോമ്പ് തുറന്ന് തറാവിഹ് നിസ്കരിച്ച് വഅദ് കേട്ട് ദിക്ർ ചൊല്ലി റബ്ബേ നിന്നിലേക്ക് ഇതാ ഞങ്ങൾ കൈ മലർത്തുന്നു പ്രതീക്ഷയോടെ. ദുആ സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. എമ്പാടും തെറ്റുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് അല്ലാഹ്. ആഖിറുസ്സമാനാണല്ലോ അല്ലാഹ്, നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളെ കണ്ണുകൊണ്ട് ചെയ്തത് പൊറുക്കണേ അല്ലാഹ്, നാവ് കൊണ്ട് ചെയ്തത് പൊറുക്കണേ അല്ലാഹ്, ചെവി കൊണ്ട് ചെയ്തത് പൊറുക്കണേ അല്ലാഹ്, മനസ്സുകൊണ്ട് ചെയ്തത് പൊറുക്കണേ അല്ലാഹ്. എല്ലാ തെറ്റുകളും നീ പൊറുക്കണേ അല്ലാഹ്. ഇനിയുള്ള കാലം അങ്ങോട്ട് തെറ്റില്ലാത്തൊരു ജീവിതം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, നൽകണേ അല്ലാഹ്, നൽകണേ അല്ലാഹ്. എല്ലാവരും അവരവരുടെ ഉമ്മമാരും നോർക്കെ മനസ്സിലേക്ക് കൊണ്ടുവരും. വേണമെങ്കിലൊന്ന് വിളിച്ചോളുമ്മ, മനസ്സിലേക്കൊന്ന് കൊണ്ടുവാ ഉമ്മാനെ. 10 മാസം ഗർഭം ചുമന്ന് വേദനയോടെ പ്രസവിച്ച നമ്മളെ പൊന്നാരമ്മച്ചിനെ മനസ്സിലേക്ക് കൊണ്ടുവരും. പടച്ചോനെ അമ്മച്ചിക്ക് പൊറുക്കണേ അല്ലാഹ്, ഞങ്ങളമ്മച്ചിക്ക് പൊറുക്കണേ അല്ലാഹ്. പാപൈനി പടച്ചോനെ ഞങ്ങളമ്മമാര് വേദനയോടെയാ ഞങ്ങളെ പ്രസവിച്ചത്. രാത്രി സമയത്തില് തൊട്ടിലയിൽ നിന്ന് ഞങ്ങൾ കരഞ്ഞാൽ മടിയില്ലാതെ പടച്ചവനെ ചടപ്പില്ലാതെ ഞങ്ങളെ തൊട്ടിലയുടെ അയ്യ പിടിച്ച് താരാട്ട് പാടി ഞങ്ങൾ ഉറക്കി തന്ന് ഞങ്ങൾ ഉറങ്ങിയാൽ ഞങ്ങളെ നെറ്റിത്തടത്തിൽ നമ്മൾ പോലും അറിയാതെ ചുംബനം ചെയ്ത് കിറപ്പായിൽ കിടന്നുറങ്ങിയ ഞങ്ങളുടെ പൊന്നാരമ്മച്ചിക്ക് നീ പൊറുക്കണേ അല്ലാഹ്. 21-ാം രാവിന്റെ ബറക്കത്ത് കൊണ്ട് പൊറുക്കണേ അല്ലാഹ്. 25-ാം രാവിന്റെ ബറക്കത്ത് കൊണ്ട് പൊറുക്കണേ അല്ലാഹ്, പൊറുക്കണേ അല്ലാഹ്, പൊറുക്കണേ അല്ലാഹ്. സ്വർഗത്തിൽ വലിയ സ്ഥാനം ഞങ്ങളമ്മച്ചിക്ക് കൊടുക്കണേ അല്ലാഹ്.
ഞങ്ങളെ ഉപ്പമാരെ ദോഷം പൊറുക്കണേ അല്ലാ. എല്ലാവരും ഉപ്പയെന്ന് മനസ്സിലേക്ക് കൊണ്ടുവരും. ഉപ്പ പടച്ചവനെ ഞങ്ങളപ്പച്ചിക്ക് നീ പൊറുക്കണേ അല്ലാ. പാപമാണ് പടച്ചോനെ ഞങ്ങളപ്പച്ചിക്ക് പൊറുക്കണേ അല്ലാ. സ്വർഗത്തിൽ വലിയ സ്ഥാനം കൊടുക്കണേ അല്ലാ. അതുപോലെ ഞങ്ങൾ ഉസ്താദുമാർക്ക് പൊറുക്കണേ അല്ലാ. അവരുടെ ഒക്കെ ഗുരുത്വവും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. സാധുക്കളായ ഞങ്ങളെ ഭാര്യമാർക്ക് പൊറുക്കണേ അല്ലാ. പാപമാണ് റബ്ബേ ഞങ്ങളെ ഭാര്യമാർ. പടച്ചവനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടുജോലി ചെയ്യുന്ന, ഞങ്ങളെ വസ്ത്രം അലക്കി തരുന്ന്, ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന്, ഞങ്ങളുടെ മക്കളെ അവർ നോക്കുന്നു. ഇന്ന് വരെ നിങ്ങൾ ഒരു ഉറുപ്പ്യ ഞങ്ങളോട് ശമ്പളം ചോദിച്ചിട്ടില്ല പടച്ചോനെ റബ്ബേ. അവർക്കും നീ പൊറുക്കണേ അല്ലാ, പൊറുക്കണേ അല്ലാ. ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആഫിയത്തോടെ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഉമ്മമാരെ നിങ്ങൾ ഇഖ്ലാസോടെ ആമീൻ എടുക്കും. ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് പൊറുക്കണേ അല്ലാ. അവരെ നന്നാക്കണേ അല്ലാ. സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാ. ബുദ്ധിശക്തിയുള്ള മക്കളാക്കണേ അല്ലാ. ഓർമ്മശക്തിയുള്ള മക്കളാക്കണേ അല്ലാ. പടച്ചവനെ ദുനിയാവിലും നാളാഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. ദോഷങ്ങളൊക്കെ പൊറുക്കണേ അല്ലാ. ജേഷ്ഠാനുജന്മാര്, പെങ്ങന്മാര്, കൂട്ടുകുടുംബങ്ങള്, സുഹൃത്തുക്കള്, ബന്ധുക്കള്, നാട്ടുകാർ എല്ലാവരുടെ ദോഷവും നീ പൊറുക്കണേ അല്ലാ. മരിക്കുമല്ലോ റബ്ബേ, മരിക്കുമല്ലോ. പടച്ചവനെ ഞങ്ങളെ മരണം നന്നാക്കണേ അല്ലാ. ഈ രാവിന്റെ ബർക്കത്ത് കൊണ്ട് ഈ സമയത്തില് എന്ത് ദ്വാർന്നാലും ഉത്തരമുണ്ടല്ലോ റബ്ബേ. ഞങ്ങൾക്കുറപ്പാണ് റബ്ബേ, ഞങ്ങൾക്കുറപ്പാണ് റബ്ബേ, ഞങ്ങൾക്കുറപ്പാണ് റബ്ബേ. ഈ സമയത്ത് എന്ത് ദ്വാർന്നാലും ഞങ്ങൾക്ക് ഇനി ഉത്തരം ചെയ്യുമെന്നുള്ളതിൽ ഞങ്ങൾക്കുറപ്പുണ്ട് റബ്ബേ. ഞങ്ങളെ മരണം നന്നാക്കണേ അല്ലാ. നല്ല രാവിനാക്കണേ അല്ലാ. വെള്ളിയാഴ്ച രാവിനാക്കണേ അല്ലാ. വെള്ളിയാഴ്ച പകലിലാക്കണേ അല്ലാ. മദീനത്തെ റൗളാ ശരീഫിന്റെ മദീനത്തെ റൗളാ ശരീഫിന്റെ മുമ്പിൽ വെച്ച് മരിക്കാൻ തൗഫീഖ് തരണം റബ്ബേ, തൗഫീഖ് തരണം റബ്ബേ. ജന്നത്തുൽ ബഖീൽ മറവിട്ട് കിടക്കാനും തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. ഈമാനോടുകൂടെയുള്ള മരണം നൽകണേ അല്ലാ. ഞങ്ങളങ്ങ് മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മമാരുപ്പമാരോർത്തു നോക്ക് ആ രംഗം. അതൊരു വല്ലാത്ത രംഗമല്ലേ? ഓർത്തു നോക്ക് ആ രംഗം. മരിച്ചങ്ങ് കഴിഞ്ഞാൽ ഓരോരുത്തരും അവനവൻ മരിച്ചു എന്ന് കരുതി നോക്കിയാണ്, അവനവൻ മരിച്ചു എന്ന് കരുതി നോക്കിയാണ്. മരിച്ചങ്ങ് കഴിഞ്ഞാൽ ഡൈനിങ് ഹാളിൽ ഒരു കട്ടിലിന്റെ മുകളിലേക്ക് നമ്മെ കടത്തും. നാട്ടുകാരും കുടുംബങ്ങളും ചേർന്ന് കണ്ണുകൾ പൂട്ടിത്തരും, കാടി കെട്ടിത്തരും. ആ രംഗം ഇങ്ങനെ ഓർക്കി കൽബ് കണ്ട് പടയട്ടെ. പടച്ചോനെ, നമ്മൾ മരിച്ചെടുക്കാണ്, ഓരോരുത്തർ അവനവൻ മരിക്കാണെന്ന് കരുതി. പടച്ചോനെ കണ്ണ് പൂട്ടിത്തരും, താടി കെട്ടിത്തരും, കൈകാലുകൾ മയപ്പെടുത്തിത്തരും. അതാ കുടുംബങ്ങളൊക്കെ ചേർന്ന് പടച്ചോനെ ഞങ്ങളെ ശരീരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ അഴിച്ചു മാറ്റി, പടച്ചവനെ ശരീരം മറയുന്നൊരു തുടി കൊണ്ട് ഞങ്ങളുടെ ശരീരത്തിനെ മൂടും. പള്ളിയിൽ ഉസ്താദിനെ വിളിക്കും, കമ്മറ്റിക്കാർക്ക് വിളിക്കും. ഖബർ വിളിക്കുന്നവനതാ ഖബർസ്ഥാനിയിലൂടെ തെരഞ്ഞങ്ങനെ നടക്കും നമ്മുടെ ഖബർ കുത്താൻ. ആലോചിച്ചു നോക്കേ ആ രംഗം. അതാ വാട്സപ്പിലൂടെ നമ്മുടെ ഫോട്ടോ ഇങ്ങനെ പരക്കുകയാണ്.
ഇന്നാലിന്നവൻ മരിച്ചു, അതിന്റെ ചുവട്ടിലൊക്കെ ആളുകൾ ഇങ്ങനെ എഴുതി വിടും, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ചില ഗ്രൂപ്പുകളിലൊക്കെ നമ്മെ പറ്റിച്ചറിഞ്ഞു. ചില ഗ്രൂപ്പുകളിലൊക്കെ നമ്മെ പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യും. കേട്ടവരും അറിഞ്ഞവരൊക്കെ നമ്മുടെ ജനാസ കാണാൻ വേണ്ടി വരും. അരങ്ങമൊന്നോർത്തു നോക്ക്. സിറ്റ് ഔട്ടിൽ വന്ന് ബെല്ലടിക്കൂല, വാതിലിങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട്. മനുഷ്യന്മാരൊക്കെ ഡൈനിങ് ഹാളിലും റൂമിലൊക്കെ നിൽക്കുന്നുണ്ട്. ഹയാത്ത് കാലത്തിന്റെ പറമ്പൊക്കെ ചവിട്ടിയാന്റെ കയ്യൊക്കെ കൊത്തു എന്ന് പറഞ്ഞവൻ അവൻ പോലും നമ്മുടെ ഡൈനിങ് ഹാളിൽ സ്വസ്ഥതയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ് അരങ്ങമൊന്ന് ആലോചിച്ച് നോക്കിയാണ്. എല്ലാവരും നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കണ്. കണ്ടവര് ചിലരക്കതാ പിരിഞ്ഞു പോകണ്, ചിലരതാ ഡൈനിങ് ഹാളിൽ നമ്മുടെ കൂടെ ഇരിക്കണ്, ചിലരതാ സിറ്റ് ഔട്ടിൽ വിരിച്ചു വെച്ച കസേരയിൽ ഇരിക്കണ്, ചിലരതാ മുറ്റത്ത് വിരിച്ചു വെച്ച കസേരയിലിരിക്കുന്നു. നാട്ടുകാര് കൂട്ടം ചേർന്ന് സംസാരിക്കണം നമ്മെ പറ്റി. അതിന്റെ ഇടയിൽ അതാ കമ്മിറ്റിക്കാരിൽ പ്രധാനികൾ വരണം, നാട്ടുകാരിൽ കാരണവന്മാര് കൂടണ്, കുടുംബങ്ങളോട് ചോദിക്കണ്, നമ്മൾ മയ്യത്ത് കുളിപ്പിക്കല്ലേ എന്ന് പറയണ്. ആലോചിച്ചു നോക്കിയാണ് ആരങ്ങും. അപ്പോയത്തിനേക്ക് കുളിപ്പിക്കാനുള്ള വെള്ളവുമായിട്ടതാ കുടുംബങ്ങൾ റൂമിലേക്ക് പോകണ്, കട്ടില് കൊണ്ടുപോയിട്ട് വെക്കണ്. സുബ്ഹാനല്ലാഹ്, മയ്യത്ത് കുളിപ്പിക്കാനുള്ള ആളുകൾ റൂമിലേക്ക് കയറണ്. മയ്യത്തായിട്ട് കിടക്കുന്ന നമ്മുടെ ജനാസ പൊക്കുന്ന് മയ്യത്ത് കുളിപ്പിക്കാൻ കൊണ്ടുപോണ്. അതാ മയ്യത്ത് കുളിപ്പിക്കുന്ന കട്ടിലിന്റെ മുകളിലേക്ക് നമ്മുടെ ജനാസ വെക്കണ്. തലഭാഗം മുതൽ കാലിന്റെ അടിഭാഗം വരെ വെള്ളമൊഴുക്കി അതാ തേച്ചുരച്ച് കഴുകി തരുന്നു, കുളിപ്പിച്ച് തരുന്നു. അപ്പോയത്തിനേക്ക് പഞ്ഞി കൊണ്ടുവരുന്നു. ശരീരത്തിലൊക്കെ വെള്ളം ഒപ്പിയെടുത്ത് പഞ്ഞിയെടുത്തതാ മൂക്കിൽ വെക്കണ്, ചെവിയിൽ വെക്കണ്, കൈകാലുകളുടെ വിരലുകളുടെ ഇടയിൽ വെക്കണ്. തുണിയിലതാ പൊതിയെന്ന് ഉമ്മ ഉപ്പ ഓർത്തു നോക്കാരംഗം, ഓർത്തു നോക്കേ ആരംഗം, ഓർത്തു നോക്കേ ആരംഗം. അപ്പോഴത്തിനേക്ക് പള്ളിയിലെ മൂല്യാര് വന്നിട്ടുണ്ട്, സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ട്, യാസീൻ ഓതുന്നുണ്ട്. കുടുംബങ്ങളും ബന്ധുക്കളും അതാ മൂല്യാരടുത്തേക്ക് നിന്ന് എല്ലാവരും യാസീൻ ഓതുന്നുണ്ട്. അപ്പോഴത്തിനേക്ക് നമ്മുടെ ജനാസ കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഡൈനിങ് ഹാളിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതാരോരാള് തലയിൽ കെട്ടിയ കെട്ടഴിക്കുന്നുണ്ട്. നമ്മുടെ കഫമുടെ മുഖത്തിൽ നിന്ന് മാറ്റുന്നുണ്ട്. ചോദിക്കാണ്, ആരെങ്കിലും കാണാനുണ്ടോ? ഇനി ആരെങ്കിലും കാണാനുണ്ടോ? 10-35 കൊല്ലക്കാലം നമ്മുടെ കൂടെ ജീവിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ നമ്മൾ കിടക്കുന്ന റൂമിൽ ആ ഭാര്യ പറയണേ, എടുക്കല്ലി ഒരു വട്ടം കൂടെ കാണണം എന്റെ കാക്കനെ, എനിക്ക് കാണണം. അരങ്ങമോർത്തു നോക്ക്. കട്ടിലിന്റെ മുകളിൽ നിന്നടാ എഴുന്നേൽക്കുന്നു. മര്യാദക്ക് നിൽക്കാൻ പറ്റണില്ല.
രണ്ട് പെണ്ണുങ്ങളുടെ കഴുത്തിൽ ഇങ്ങനെ കൈ വെച്ച് കാല് വേച്ച് 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 വരുന്നുണ്ട് നമ്മെ കാണാൻ. ആൾക്കാരൊക്കെ മാറി നിന്ന് കൊടുത്തിട്ടുണ്ട്. അവള് വന്ന് നമ്മുടെ നെറ്റിത്തടത്തിൽ ചുംബനം വെച്ചിട്ടുണ്ട്. അതാ അവള് ബോധരഹിതയായി വീണിട്ടുണ്ട്. അവളെ കൈ പിടിച്ചിട്ടാങ്ങി റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്റെ ഉമ്മ നിങ്ങളെ കാണാങ്ങളെ കാക്ക വരുന്നോർത്തു നോക്ക്, മക്കള് വരുന്നത് ഓർത്തു നോക്ക്. എല്ലാവരുടെയും കണ്ണെന്ന് കണ്ണീരിങ്ങനെ ഒഴുകുമ്പോൾ പൊന്നാര റബ്ബേ ചിരിച്ചു കിടക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇഖ്ലാസോടെ ആമീൻ എടുത്തോളൂ. ചിരിച്ചു കിടക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ രാവിന്റെ കറാമത്ത് കൊണ്ട് ചിരിച്ച് സ്വർഗം കണ്ടിങ്ങനെ കിടക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. അതും കഴിഞ്ഞാൽ മയ്യത്ത് കട്ടിൽ കയറ്റിക്കൊണ്ടുവന്ന് എന്റെ മുത്തുമുഅ്മിനീങ്ങളെ നമ്മുടെ ജനാസ കട്ടിലേക്ക് അങ്ങോട്ട് വെച്ച് ആൾക്കാരെല്ലാരും കൂടെ തോളിലേക്ക് കയറ്റി വീട്ടിന്ന് ഇറക്കി വിടുന്നു. പടച്ചവനായ യാത്ര ഞങ്ങളുടെ ജീവിതത്തിൽ ആനന്ദമുള്ള യാത്രയാക്കണേ അല്ലാഹ്, റാഹത്തുള്ള യാത്രയാക്കണേ അല്ലാഹ്, സന്തോഷമുള്ള യാത്രയാക്കണേ അല്ലാഹ്. പള്ളിയൊക്കെ നിറഞ്ഞ് കവിഞ്ഞൊടുകുന്ന ജനാസ നിസ്കാരമാക്കണേ അല്ലാഹ്. പടച്ചവനെ മയ്യത്ത് നിസ്കാരവും കഴിഞ്ഞാൽ ഞങ്ങളുടെ ജനാസ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി ആരാരുമില്ലാത്ത ഖബറിലേക്ക് ഞങ്ങളെ ഇറക്കി വെക്കുമല്ലോ അല്ലാഹ്. അരങ്ങമോർത്തു നോക്ക്, അരങ്ങമോർത്തു നോക്ക്, അരങ്ങ ഓർത്ത് നോക്ക് അരങ്ങം. മയ്യത്തായ നമ്മുടെ ജനാസ ഖബർ ഒഴിക്കുന്നവന്റെ കയ്യിലേക്ക് കൊടുത്ത് അവൻ നമ്മെ ഇറക്കി ഇറക്കി കബളിനെ മണ്ണിലേക്ക് ചേർത്തി വെച്ച് മൂടുകല്ല് വെച്ച് മണ്ണ് വാരിയിട്ട് മീസാങ്കല്ല് കുത്തി കുത്തി മുല്ലാക്ക തൽഖീനോദി മുലാര് ഫാത്തിഹ വിളിച്ച് യാസീനോദി ദ്വാരന്ന് സലാം അങ്ങോട്ട് പറഞ്ഞു പോരും. പിന്നെ ഞമ്മളാ ഖബറിൽ ഒറ്റക്ക് ഒറ്റക്കൊറ്റക്കൊറ്റക്ക് ഒറ്റക്ക് ചിന്തിച്ചു നോക്കിയാണേ. അവിടല്ലേ രക്ഷപ്പെടണ്ടേ? അതിനല്ലേ എന്നത്തെ രാവിനോട് കൂടിയത്. മനസ്സ് റബ്ബിലേക്ക് കൊടുത്തിട്ട് വേണമെങ്കിലൊന്ന് കരഞ്ഞോളൂ. ചെറിയ മക്കള് ഉമ്മന്റെ മാറിടത്തിലേക്ക് തല ചായ്ച്ചി അമ്മിഞ്ഞപ്പാലിന് കരുണമാരി കരഞ്ഞോളൂ. പഠിച്ചോനെ ആ ഖബറിൽ രക്ഷപ്പെടണ്ടേ? ആ ഖബറിൽ രക്ഷപ്പെടണ്ടേ? ശുനെ രക്ഷപ്പെടുത്തി തരണേ അല്ലാഹ്, രക്ഷപ്പെടുത്തി തരണേ അല്ലാഹ്, രക്ഷപ്പെടുത്തി തരണേ അല്ലാഹ്. മഹാന്മാരായ മലക്കുകളുടെ ചോദ്യങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഉത്തരം കൊടുക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളെ വല്യമ്മമാരും വല്യപ്പമാരും ഒക്കെ കുടുംബങ്ങളൊക്കെ ഖബറിലുണ്ടല്ലോ, ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളിൽ നാളെ മഹ്ശറിൽ അർശിന്റെ തണലിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. മീസാൻ എന്ന തുലാസിൽ നന്മയുടെ ഭാരം വർദ്ധിപ്പിച്ച് നൽകണേ അല്ലാഹ്. കത്തിയാളുന്ന നരകത്തിനെ തൊട്ട് കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. ബാബുർ റയ്യാനിലൂടെ സ്വർഗത്തിലേക്ക് കടത്തണേ അല്ലാഹ്. ബാബുർ റയ്യാനിലൂടെ സ്വർഗത്തിലേക്ക് കടത്തണേ അല്ലാഹ്. ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ അല്ലാഹ്, ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഇനി എന്റെ മുത്തുബനിയോടും ഒന്നൊന്ന് എഴുന്നേറ്റ് നിൽക്കുക. ആരെങ്കിലും ഇരിക്കണോലുണ്ടെങ്കിൽ ഇനി ആകെ നമ്മളെ ദുആ അവസാനിപ്പിക്കാൻ 3 മിനിറ്റ്